ഹായ്, ഇതാണ് എൻ്റെ വണ്ടി. വാഗണർ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓട്ടോമാറ്റിക്കാണ് ഇത്. ഞങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേകം ഇത് നമ്മൾ താഴോട്ടേക്ക് ആക്കുന്ന സമയത്ത് ഇതിൻ്റെ ആക്സിലേറ്റർ കൂടുകയും അതേപോലെ ഫ്രണ്ടിലേക്ക് ആക്കിയ ബ്രേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് തള്ളുകയും ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. വേറെ കാര്യം, ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്കിത് ഓടിക്കാൻ എന്താ പറയുക, ഇത് ജസ്റ്റ് ന്യൂട്രലിൽ ഇട്ടതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രേക്ക് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഡ്രൈവിലേക്ക് ഇട്ട് കൊടുത്താൽ വണ്ടി ഓട്ടോമാറ്റിക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഓടിക്കാം. ഇത് മെയിനായിട്ട് ഇതിൻ്റെ ഹാൻഡിലൊന്ന് സെറ്റായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ വളരെ എളുപ്പമാണ്. സുഖത്ത് ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഒന്നും നോക്കണ്ട. സാധാ ഒരു കൈനറ്റിക് വണ്ടി ഓടിക്കുന്ന അതേ ലെവലിൽ തന്നെ കാർ ഓടിക്കുന്ന എന്നുള്ള ഒരു സുഖം തന്നെയാണ് എനിക്ക് ഇതിലൂടെ അനുഭവിക്കുന്നത്. പിന്നെ അപ്പം വണ്ടി വാഗണർ എൻ്റെ അടുത്തുള്ള വണ്ടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു നമുക്ക് നമ്മുടെ ആവശ്യത്തിനും കയറാനും ഇറങ്ങാനൊക്കെ നല്ല സുഖം ഉള്ളൊരു വണ്ടിയാണ് എൻ്റെ വണ്ടി. അപ്പം ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതൊന്ന് കാണിച്ചു. ഇങ്ങനെയാണ് വണ്ടി. ഫസ്റ്റ് നമ്മൾ ന്യൂട്രലിട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇടുന്നു. അതിനുശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കിയതിന് ശേഷം വണ്ടി ഡ്രൈവിലേക്ക് നോക്കും. ഗിയർ ഡ്രൈവിലേക്ക് മാറ്റി അതിനുശേഷം ബ്രേക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിലേക്ക് മൂവ് ആവും. ഇത്രയേ ഉള്ളൂ ഈ വണ്ടീൻ്റെ ഫങ്ഷനൊക്കെ. പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഇത് 6ലേക്ക് മാറ്റിയാൽ ആറിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് നേരെ ബ്രേക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ വണ്ടി നേരെ ഉണ്ടോ പെട്ടെന്ന് തന്നെ വണ്ടി റിവേഴ്സ് പോകും. ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയും ഇതായിട്ട് വണ്ടി സ്മൂത്തായിട്ട് വണ്ടി പോകും. അതുപോലെ നമ്മൾ ബ്ലോക്കിലൊക്കെ ആകുമ്പോൾ മറ്റു വണ്ടി ആകുമ്പം ക്ലച്ചിലും ബ്രേക്കിലും കാലമർത്തി ഒരു ആകെ പണിപ്പെടും. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് വണ്ടീൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മൾ ഒരു ബ്ലോക്കിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ചെയ്താൽ ഈ ഒരു വിരൽ കൊണ്ട് ഈ ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്താൽ വണ്ടി മൂവ് ആയിക്കൊണ്ടേ നിൽക്കും. നമ്മൾ ബ്രേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വണ്ടി നിൽക്കും, ഒഴിവാക്കുന്ന സമയത്ത് വണ്ടി മൂവ് ആയിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ അത്രയും സുഖമാണ് നമ്മുടെ വണ്ടി ഓടിക്കാൻ. ഓക്കെ.